ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? എന്തു പഠിച്ചു? സ്കീംസ് പഠിച്ചു അല്ലേ? അതായത് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിൽ വരുന്ന സ്കീംസുകൾ. നമ്മൾ 3 സ്കീംസുകളാണ് അല്ലേ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അത് ആർക്കുള്ള സ്കീമുകളാണ്? നമ്മുടെ കുട്ടികൾക്കുള്ള സ്കീംസാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചു വന്നപ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ ഡൗട്ട്സ് ഉണ്ടാകാം. അതായത് നമ്മൾ സ്കീംസ് പഠിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് സ്കീംസുകൾ നമ്മൾ കേരള ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്, വനിതാ ശിശുവികസന വകുപ്പ് ചെയ്യുന്നുണ്ട്, കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് തന്നെ നേരിട്ടും കുറച്ചധികം സ്കീമുകൾ നമ്മുടെ കുട്ടികൾക്കും വനിതകൾക്കും ഓൾഡ് ഏജിനും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കീംസ് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അവിടുത്തെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ അതോറിറ്റി ആകെ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ നമുക്ക് ഇതിൻ്റെ ഒരു ഓവർവ്യൂ, അതായത് നമ്മൾ ഇന്നലെ ക്ലാസ്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇനി പഠിക്കാൻ പോകുന്നതും എല്ലാം ആര് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്? സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് എന്ത്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതും. അപ്പോൾ ഇനി വരുന്ന സ്കീംസുകളൊക്കെ നടപ്പിലാക്കുന്ന അതോറിറ്റി ആരാണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അല്ലെങ്കിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് പങ്കില്ല, ഇവിടെ വനിതാ ശിശുവികസനത്തിന് പങ്കില്ല. ഇതെല്ലാം തന്നെ എന്താണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ വരുന്ന സ്കീമുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഓർഗനൈസേഷൻ, അതായത് വനിതാ ശിശു വികസന വകുപ്പ്, കേരള പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, കുടുംബശ്രീ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ട് പഠിച്ചത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ അണ്ടറിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും വനിതകൾക്ക് വേണ്ടിയും വയോജനങ്ങൾക്കും കൊടുക്കുന്ന സ്കീമുകളെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇനി പഠിക്കാൻ പോകുന്ന സ്കീംസുകളെല്ലാം ഏതിൻ്റെ അണ്ടറിലാണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലാണ്. ഓക്കെ, അത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ടൊരു ഓവർവ്യൂ നോക്കാം അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് നമ്മൾ ഈ സ്കീംസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ, ICDS സൂപ്പർവൈസർ ആകാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയാണ് ഈ സ്കീംസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്? അതായത് നിങ്ങൾ ഓരോരുത്തരും, അതായത് നമുക്ക് ഇപ്പോൾ ICDS സൂപ്പർവൈസർ ആവുമ്പോൾ ഒരു ICDS സൂപ്പർവൈസർ 25 അംഗൻവാടികളുടെ ചുമതലയാണ് ഏൽക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് നമ്മുടെ ജോലിയൊക്കെ കിട്ടി ജോലിയിലോട്ട് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. ആ ടൈമിൽ എല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുവാണ്. നമ്മൾ ഒരു ICDS സൂപ്പർവൈസർ 20 മുതൽ 25 അംഗൻവാടികളുടെ സൂപ്പർവൈസിംഗ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സൂപ്പർവൈസിംഗിൽ ഒരു പ്രധാന ചുമതലയാണ് അവിടെ വരുന്ന കുഞ്ഞുമക്കൾക്കും അല്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ കുടുംബാംഗങ്ങൾക്കും വനിതകൾക്കും ബാക്കിയുള്ള മറ്റംഗങ്ങൾക്കും ഒക്കെ എന്തിനെ പറ്റി അവെയർ കൊടുക്കണം? നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പദ്ധതികളെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? നിങ്ങൾ ഓരോരുത്തരും, അതായത് ICDS സൂപ്പർവൈസർ ആകാൻ പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് കുട്ടികൾക്കും വനിതകൾക്കും വയോജനങ്ങൾക്കും ഒക്കെ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളെ പറ്റിയും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം പഠിച്ചാൽ പോരാ, അത് എങ്ങനെ, അത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എത്ര രൂപയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം, അതായത് നമ്മൾ ക്ലാസ്സിൽ വരുന്ന ഒരു പോയിന്റ് പോലും നിങ്ങൾ വിട്ട് കളയരുത്. നമ്മൾ സ്കീംസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും നമ്മുടെ എക്സാമിലും ഉപകരിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം ഒരു ഓവർവ്യൂ നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ കുട്ടികൾക്കുള്ള പദ്ധതി ഏതെന്ന് നോക്കാം. ഏതാണ്? ഒന്ന്, ക്യാൻസർ സുരക്ഷ.
ഓക്കെ. ക്യാൻസർ സുരക്ഷ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ? ക്യാൻസർ സുരക്ഷ എന്താണ്? ക്യാൻസർ സുരക്ഷ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, എങ്ങനത്തെ കുട്ടികൾ? ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. രണ്ടാമത് എന്താണ്? താലോലം പദ്ധതി എന്താണ്? സെയിം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. എങ്ങനെയുള്ള കുട്ടികൾ? കാർഡിയോവാസ്കുലാർ ഡിസീസ്, പിന്നെന്താണ്? വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, സെറിബ്രൽ പാൾസി, ഹീമോഫീലിയ, ഓട്ടിസം, പിന്നെ എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികൾക്ക് ഡയാലിസിസിനുള്ള ചികിത്സയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് എന്ത്? താലോലം പദ്ധതി. അവിടെ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് 18 വയസ്സിന് താഴെ പ്രായം, പിന്നെ ആ അസുഖങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം. ഓക്കെ. നമ്മൾ മൂന്നാമത് പഠിച്ചു എന്താണ്? ശ്രുതി തരംഗം എന്താണ്? അതായത് 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്കുള്ള ധനസഹായമാണ്, അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? ശ്രുതി തരംഗം പദ്ധതി. അപ്പോൾ നമ്മൾ ഇന്നലെ 3 പദ്ധതികൾ പഠിച്ചു അല്ലേ? ക്യാൻസർ സുരക്ഷ പഠിച്ചു, താലോലം പഠിച്ചു, ശ്രുതി തരംഗം പഠിച്ചു. ഓക്കെ. അപ്പോൾ കുട്ടികൾക്കുള്ള 3 പദ്ധതികളുടെ പേര് ഇന്നലെ തന്നെ പഠിച്ചു വച്ചല്ലോ. ഏതൊക്കെയാണ്? ക്യാൻസർ സുരക്ഷ, താലോലം, ശ്രുതി തരംഗം. ഓക്കെ. നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ഏത്? സ്നേഹപൂർവം. എന്താണ്? കുട്ടികൾക്കുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ കുട്ടികൾക്ക് വേണ്ടി എത്ര പദ്ധതികളാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? 4 പദ്ധതികൾ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് ഏതൊക്കെ? ക്യാൻസർ സുരക്ഷ, താലോലം, ശ്രുതി തരംഗം, സ്നേഹപൂർവം. ഓക്കെ. ഇത് നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ആദ്യം ഈ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ കുട്ടികൾക്ക് ഉള്ള പദ്ധതികളുടെ പേരുകൾ പഠിച്ചു വെക്കുക. ദെൻ അടുത്തത് ആരാണ്? സ്കീം ഫോർ സീനിയർ സിറ്റിസൺസ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഉള്ള സ്കീംസുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ആശ്വാസകിരണം. എന്താണ്? ആശ്വാസകിരണം. പിന്നെ ഏതാണ്? വയോമിത്രം. ഏതാണ്? വയോമിത്രം. പിന്നെ ഏതാണ്? കെയർ ഗിവേഴ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതാണ്? കെയർ ഗിവേഴ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഏതൊക്കെയാണ് മുതിർന്ന പൗരന്മാർക്കുള്ളത്? ആശ്വാസകിരണം, വയോമിത്രം, കെയർ ഗിവേഴ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ. അത് പഠിച്ചല്ലോ. ഓക്കെ. നമ്മൾ ഇനി KSSMന്റെ കീഴിൽ വിമൻസിനുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്? 2 പദ്ധതികളാണല്ലേ. നമ്മൾ ഒരുപാട് PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള പദ്ധതികളാണ്. ഏതാണ്? സ്നേഹസ്പർശം. ഏതാണ്? സ്നേഹസ്പർശം. പിന്നെന്താണ്? പ്രത്യാശ. എന്താണ്? പ്രത്യാശ. ഈ 2 പദ്ധതികളും ഒരുപാട് പ്രാവശ്യം നമ്മുടെ PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതോറിറ്റി ഏതാണ്? സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓക്കെ. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഏത്? സ്നേഹസ്പർശവും പ്രത്യാശയും. ഓക്കെ. ഇനി സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കാരുണ്യ ഡെപ്പോസിറ്റ്സ്. എന്താണ്? കാരുണ്യ ഡെപ്പോസിറ്റ്സ്. പിന്നെ എന്താണ്? സ്നേഹ സാന്ത്വനം. എന്താണ്? സ്നേഹ സാന്ത്വനം. അപ്പൊ 2 പദ്ധതികളാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളത്. ഏതാണ്? കാരുണ്യ ഡെപ്പോസിറ്റ്സും പിന്നെ ഏതാണ്? സ്നേഹ സാന്ത്വനം. എന്താണ്? സ്നേഹ സാന്ത്വനം. ഓക്കെ. ഇനി ക്രോണിക് ഇൽനെസ്സിന് ഉള്ള പദ്ധതികൾ ഏതാണ്? സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ ക്രോണിക് ഇൽനെസ്സിനെതിരെ നടത്തുന്ന പദ്ധതികളാണ്. ഒന്ന് ഏതാണ്? ഹങ്കർ ഫ്രീ സിറ്റി. ഏതാണ്? ഹങ്കർ ഫ്രീ സിറ്റി. ദെൻ ഏതാണ്? സമാശ്വാസം. ഏതാണ്? സമാശ്വാസം. ഏതൊക്കെയാണ്? ഹങ്കർ ഫ്രീ സിറ്റിയും സമാശ്വാസവുമാണ് ക്രോണിക് ഇൽനെസ്സിന് വേണ്ടി നമ്മുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികൾ. അപ്പോൾ എത്ര കാറ്റഗറി ഉണ്ട്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട്, സീനിയർ സിറ്റിസൺസിന് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട്, നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട്, പിന്നെ ക്രോണിക് ഇൽനെസ് ഉള്ളവർക്കും നമ്മുടെ സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട്. ആര്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓക്കെ. അപ്പോൾ നിങ്ങളിവിടെ അതായത് ഈ ഒരു ടേബിൾ തന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ഈ പഠിക്കുന്ന സ്കീമുകളെല്ലാം തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ. ഈ പദ്ധതികളെല്ലാം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏജൻസി ഏതാണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ്. ഓക്കെ. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ, ഒരു ഓവർവ്യൂ കിട്ടിയല്ലോ. ഇത്രയും സ്കീംസുകളാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഈ സ്കീമുകൾ ഓരോ
ഓരോന്നായിട്ട് പഠിക്കാം. കഴിഞ്ഞ ദിവസം ക്യാൻസർ സുരക്ഷ പഠിച്ചു, താലോലം പഠിച്ചു, ശ്രുതി തരംഗം പഠിച്ചു. അടുത്ത നമുക്ക് എന്താണ്, ഇനി കുട്ടികൾക്കുള്ള ഒരു സ്കീമും കൂടെ ഉണ്ട് അല്ലേ? ഏതാണ്? സ്നേഹപൂർവം. എന്താണ്? സ്നേഹപൂർവം. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം സ്നേഹപൂർവം എന്നുള്ള പദ്ധതി കുട്ടികൾക്കുള്ളതാണെന്ന്? അതായത് നമ്മൾ കുഞ്ഞു മക്കളെയൊക്കെയാണ് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് അല്ലേ? നമ്മൾ അവരെ സ്നേഹത്തോടെ സ്നേഹപൂർവ്വമായിട്ടാണ് അവരെ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഓർത്ത് വയ്ക്കും കേട്ടോ. സ്നേഹപൂർവം പദ്ധതി ആർക്കുള്ളതാണ്? കുട്ടികൾക്കുള്ള പദ്ധതിയാണ്. ഏത് മിഷന്റെ അണ്ടറിലാണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ അണ്ടറിലാണ് എന്ന് ഓർത്ത് വയ്ക്കൂ. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നോക്കൂ, സ്നേഹപൂർവം പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹപൂർവം. ഇത് ആർക്കുള്ള പദ്ധതിയാണ്? ആർക്കാണ്? ചിൽഡ്രനുള്ള പദ്ധതിയാണ്. എന്ത്? സ്നേഹപൂർവം. അത് ഓർത്ത് വയ്ക്കൂ. ഒന്നാമത്തെ പോയിന്റ്, സ്നേഹപൂർവം പദ്ധതിയുടെ ബെനിഫിഷ്യറി ആരാണ്? സ്നേഹപൂർവം പദ്ധതിയുടെ ബെനിഫിഷ്യറി ആരാണ്? കുട്ടികളാണല്ലേ? കുട്ടികളാണ്. ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സൈറ്റിലുള്ള ഒരു പോസ്റ്ററാണ്. ജസ്റ്റ് അത് വായിക്കാം. അതായത് മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയോ, എന്താണ്? മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയോ ജീവിച്ചിരിക്കുന്നയാൾക്ക് സാമ്പത്തിക പരാധീനതയാൽ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസവും നൽകി സമൂഹത്തിന്റെ മുൻനിരയിലോട്ട് കൊണ്ടുവരുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവം പദ്ധതി. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. സ്നേഹപൂർവം പദ്ധതിയുടെ നമ്മുടെ പോസ്റ്ററാണിത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചിക്കൂ. എന്താണ്? മാതാപിതാക്കൾ ഇരുവരും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നയാൾക്ക് കുഞ്ഞിനെ നോക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യുന്നു? ആ കുഞ്ഞിന് നമ്മുടെ സർക്കാർ സഹായം അനുവദിക്കുന്നു. ആ പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവം പദ്ധതി. ഓക്കെ, നമുക്കിനി പദ്ധതിയുടെ വിശദമായിട്ടുള്ള ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, സ്നേഹപൂർവം ഇനിഷ്യേറ്റീവ് ബൈ ദ കേരള ഗവൺമെന്റ് is a commendable step towards improving the lives of orphan and vulnerable children within the സ്റ്റേറ്റ്. അതായത് സമൂഹത്തിൽ അനാഥരും ദുർബലരുമായ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവം പദ്ധതി. മനസ്സിലായോ? സ്നേഹപൂർവം പദ്ധതി ആർക്കൊക്കെ വേണ്ടിയാണ്? അനാഥരായ കുട്ടികൾ അല്ലെങ്കിൽ വൾനറബിൾ സെക്ഷനിൽ കഴിയുന്ന കുട്ടികൾ. എങ്ങനെയാണ്? അതായത് മാതാപിതാക്കൾ ഇരുവരും മരിച്ചു പോവുകയോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു പോകുമ്പോൾ പിന്നെ ഒരാൾ ജീവിച്ചിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു? സഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവം പദ്ധതി. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ സ്കീം ഓഫേഴ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഈ സ്കീം വഴി എന്താണ് കിട്ടുന്നത്? ധനസഹായമാണല്ലേ? സ്നേഹപൂർവം പദ്ധതി വഴി എന്താണ് കിട്ടുന്നത്? സഹായമാണ്. ഓക്കെ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സപ്പോർട്ട് ദ എഡ്യൂക്കേഷൻ. എന്തിനു വേണ്ടി? വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓഫ് ഓർഫൻഡ് ചിൽഡ്രൻ, ഹെൽപ്പിംഗ് ദം ടു സ്റ്റേ വിത്തിൻ ദെയർ ഫാമിലി ഓർ കമ്മ്യൂണിറ്റി എൻവയോൺമെന്റ്. അതായത് അവർക്ക് എന്ത് ചെയ്യുന്നു? അതായത് ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊന്നും അവസരം കിട്ടാതെ വരും അല്ലേ? അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ഏത് വഴി കൊടുക്കുന്നു? സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി കൊടുക്കുകയും അവരെ സമൂഹത്തിന്റെ മുൻനിരയിലോട്ട് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവം പദ്ധതി. അപ്പോൾ സ്നേഹപൂർവം പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് ആരാണ്? കുട്ടികളാണല്ലേ? ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ സ്നേഹപൂർവം പദ്ധതി. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ് നോക്കാം. ഇനി സ്നേഹപൂർവം പദ്ധതി എന്താണെന്ന് പഠിച്ചു. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ടു ഐഡന്റിഫൈ ദ ഓർഫൺ ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അനാഥരായ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുക. അതായത് നമ്മുടെ സ്നേഹപൂർവം പദ്ധതിയുടെ പ്രധാന ഒബ്ജക്റ്റീവാണ് ടു ഐഡന്റിഫൈ ദ ഓർഫൻഡ് ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ദെൻ നെക്സ്റ്റ് എന്താണ്? ടു അസസ് ആൻഡ് പ്രയോറിറ്റൈസ് ചിൽഡ്രൻ ഇൻ ദ ഗ്രേറ്റസ്റ്റ് നീഡ്. അതായത് ഓർഫൺ ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു പോവുകയോ അതിൽ ഒരാൾ മരിച്ചു പോവുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ നോക്കാൻ കഴിയാതെ സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നു? ടു അസസ് ആൻഡ് പ്രയോറിറ്റൈസ്. അതായത് മുൻഗണന കൊടുക്കുന്നു. അതായത്
അതായത് അത്രയും അവശ്യ നിലയിലാണോ കുട്ടി കഴിയുന്നത് എന്നുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഈ ഓർഗനൈസേഷൻ്റെ കീഴിൽ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് അല്ലേ, അവർ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, ടു അസസ് ആൻഡ് പ്രയോറിറ്റൈസ് ചിൽഡ്രൻ ഇൻ ദ ഗ്രേറ്റസ്റ്റ് നീഡ്, അതായത് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് മുൻഗണന കൊടുക്കുന്നു. പിന്നെന്താണ്, ടു പ്രൊവൈഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു ഹൈലി വൾനറബിൾ ഗ്രൂപ്പ്, ഏറ്റവും കൂടുതൽ ദുർബലരായ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു, സോഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. by strengthening traditional family and community system for protecting and absorbing orphans. അതായത് നമ്മൾ ചില പണ്ടൊക്കെ നമുക്ക് കൂട്ടുകുടുംബങ്ങളായിരുന്നു അല്ലേ, അപ്പോൾ ഇപ്പോൾ സപ്പോസ് കൂട്ടുകുടുംബങ്ങളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ അതായത് ഏതെങ്കിലും ഒരു ആക്സിഡന്റ് വഴിയോ അല്ലെങ്കിൽ യുദ്ധത്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളായോ ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ അതായത് രണ്ടുപേരും മരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ആരുണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അതായത് കൂട്ടുകുടുംബങ്ങളിലാകുമ്പോൾ വേറെ റിലേറ്റീവ്സ് കാണും അല്ലേ, പക്ഷേ എന്നാൽ ആ റിലേറ്റീവ്സിനും ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയാതെ വരും. കാരണം എന്തുവാണ്, ഫിനാൻഷ്യലി അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ്, അതായത് മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചു പോകുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ കുടുംബത്തിലെ മറ്റ് ഫാമിലി മെമ്പേഴ്സിനോട് ആവശ്യപ്പെടുന്നു. അവർക്ക് എന്ത് കൊടുക്കുന്നു, മാസം ധനസഹായം കൊടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, ടു ഇംപ്രൂവ് ദ ബേസിക് എഡ്യൂക്കേഷൻ. പിന്നെ എന്താണ് പറയുന്നത്, ടു ഇംപ്രൂവ് ദ ബേസിക് എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ആരുടെ, ആ കുട്ടികളുടെ കേട്ടോ. സോഷ്യൽ ഇന്റഗ്രേഷൻ ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ദ മോസ്റ്റ് വൾനറബിൾ ഗ്രൂപ്പ്സ്, അവരുടെ സാമൂഹികമായിട്ടുള്ളതായാലും പോഷകാഹാരത്തിലായാലും ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നു. പിന്നെന്താണ്, അവരെ മറ്റു കുട്ടികളോടൊപ്പം തന്നെ, അതായത് സമൂഹത്തിലെ മറ്റു കുട്ടികളോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെയും ഈ അനാഥരായ കുഞ്ഞുങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആര് ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ടു എൻകറേജ് ഫാമിലീസ് ടു ലീവ് ദെയർ ചിൽഡ്രൻ വിത്തിൻ ദ ഫാമിലി. അതായത് ഈ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ സാധാരണ എങ്ങോട്ടാണ് അയക്കാറ്, എങ്ങോട്ട് അയക്കുന്നു, ഓർഫനേജുകളിൽ അയക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സ്കീം വന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ സ്കീം വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കേരളത്തിലെ ഓർഫനേജുകളുടെ കണക്കെടുക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മുടെ കേരള ഗവൺമെന്റ് സ്കീം ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, to encourage families to leave their children within the family setup rather than sending them to orphanage. അതായത് ഓർഫനേജിലോട്ട് പറഞ്ഞയക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ഒരു നടപടി എടുക്കുന്നു, അതായത് അവരുടെ വീട്ടിൽ തന്നെ, അതായത് ആ കുഞ്ഞിനെ നോക്കാൻ ആളുണ്ടെങ്കിൽ, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാത്രമാണ് നോക്കാൻ പറ്റാത്തതെങ്കിൽ സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ അതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുടുംബത്തിൽ തന്നെ തുടരാൻ കഴിയും. ഓക്കെ, to extend a helping hand to these orphans families by way of providing financial assistance to the education of children. അതായത് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് കൊടുക്കുന്നു, സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. ഏത് പദ്ധതിയിലൂടെ, സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ. അപ്പോൾ ഒരു ഓവർവ്യൂ കിട്ടിയോ? അപ്പോൾ എന്താണ് നമ്മുടെ സ്നേഹപൂർവ്വം പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയോ ജീവിച്ചിരിക്കുന്നയാൾക്ക് സാമ്പത്തിക പരാധീനതയാൽ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് എന്ത്, സ്നേഹപൂർവ്വം പദ്ധതി. എന്താണ് സ്നേഹപൂർവ്വം പദ്ധതി? അപ്പൊ നമ്മൾ ഇത്രയും ഒബ്ജക്റ്റുകൾ പഠിച്ചു. ഈ ഒബ്ജക്റ്റുകളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ടാർഗറ്റഡ് ചിൽഡ്രൻ നോക്കാം കേട്ടോ. ടാർഗറ്റഡ് ചിൽഡ്രൻ, ദിസ് ഇനിഷ്യേറ്റീവ് ടാർഗറ്റ് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഓർഫൻസ്, അനാഥരായ കുട്ടികളെ അല്ലെങ്കിൽ അബൻഡൻഡ് ചിൽഡ്രൻ, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ, ആൻഡ് ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് ദെയർ പാരൻസ്. പിന്നെ ആരാണ് പറയുന്നത്, ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് ദെയർ പാരൻസ് ഡ്യൂ ടു വേരിയസ് ട്രാജഡീസ് സച്ച് ആസ് വാർ,
കമ്മ്യൂണൽ റിയോട്ട്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓർ ആക്സിഡൻസ്. അപ്പോൾ ഈ ടാർഗറ്റഡ് കുട്ടികളെയായി സ്നേഹപൂർവ്വം പദ്ധതി ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയാണെന്ന് ഓർക്കുക. ആ കുട്ടികളിൽ പറയുന്ന പ്രധാന വിഭാഗം ആരാണ്? അനാഥ കുട്ടികൾ. ഒന്ന് ഏതാണ്? അനാഥ കുട്ടികൾ, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ, ആൻഡ് ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് their parents due to various tragedies such as war, communal riots, natural disasters or accidents. Okay, targeted childrens ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി ഈ സ്നേഹപൂർവ്വം പദ്ധതിക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ? നമ്മൾ ഏതൊരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് കാണും. അപ്പോൾ ഈ സ്നേഹപൂർവ്വം പദ്ധതിയുടെ കീഴിൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള കുട്ടികൾക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഒന്നാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് എയ്തർ ഫാദർ ഓർ മദർ ഓർ ബോത്ത്. അതായത് ഈ ധനസഹായം കിട്ടണമെങ്കിൽ ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് ദെയർ ഫാദർ, ഒന്നീ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും നഷ്ടമായിരിക്കുന്ന കുട്ടികൾ ആയിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? സ്റ്റുഡൻസ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഡിഗ്രി ക്ലാസ്സസ്. ഏതുവരെയുള്ള കുട്ടികൾക്കുണ്ട്? അതായത് സ്റ്റുഡൻസ് ഫ്രം ഫസ്റ്റ് ക്ലാസ്, 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ്സസ് വരെയുള്ള കുട്ടികൾക്ക് ഈ സ്നേഹപൂർവ്വം പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് ആണ്. ഓക്കെ, പിന്നെ ആരാണ്? ചിൽഡ്രൻ ബിലോ 5 years. പിന്നെ ആരാണ് പറയുന്നത്? ചിൽഡ്രൻ ബിലോ 5 years, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ചിൽഡ്രൻ ഹു ബിലോങ്സ് ടു BPL കാറ്റഗറി. പിന്നെ എന്താണ്? BPL കാറ്റഗറിയിലുള്ള കുട്ടികൾ അല്ലേ? BPL കാറ്റഗറിയിലുള്ള കുട്ടികൾ. പിന്നെന്താണ്? For children belonging to APL category, annual income should be below Rs 20,000 in rural areas. Rural areas പറയുമ്പോൾ ബ്രേക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, ആൻഡ് Rs 22,375 in urban area. അപ്പോൾ നമ്മുടെ APL കാറ്റഗറിയിലുള്ള കുട്ടികളുമുണ്ട്, പക്ഷെ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻകം പറയുന്നുണ്ട്. അവരുടെ ആനുവൽ ഇൻകം ഇവിടെ, അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ APL കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ വരുമാനം ഷുഡ് ബി ബിലോ Rs 20,000 ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിലെ കുട്ടികളാണെങ്കിൽ, അതായത് APL കാറ്റഗറിയിലുള്ള റൂറൽ സൈഡിലെ കുട്ടികളാണെങ്കിൽ അവരുടെ ആനുവൽ ഇൻകം എത്രയായിരിക്കണം? ബിലോ ആയിരിക്കണം കേട്ടോ. ഇത് ഓർത്ത് വയ്ക്കുക. ബിലോ Rs 20,000 ഇൻ റൂറൽ ഏരിയ ആൻഡ് 22,375 in urban area. 22,375 in urban area. Urban area പറയുമ്പോൾ ഏതാണ്? കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, റീജിയനിലൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ എത്ര ക്രൈറ്റീരിയാസ് ഉണ്ട്? ഓക്കെ, 1 2 3 4 5 ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് എയ്തർ ഫാദർ ഓർ മദർ ഓർ ബോത്ത്. അതായത് മാതാപിതാക്കളിൽ ഒരാളോ അതോ രണ്ടുപേരും മരിച്ചുപോയ കുട്ടികൾ. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? സ്റ്റുഡൻസ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഡിഗ്രി ക്ലാസ്സസ്, 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെയുള്ള കുട്ടികൾ. ചിൽഡ്രൻ ബിലോ 5 years, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. പിന്നെ എന്താണ് പറയുന്നത്? ചിൽഡ്രൻ ഹു ബിലോങ്സ് ടു BPL കാറ്റഗറി, BPL കാറ്റഗറിയിലുള്ള കുട്ടികൾ. പിന്നെന്താണ്? ഫോർ ചിൽഡ്രൻ ബിലോങ്ങിങ് ടു APL കാറ്റഗറി, APL കാറ്റഗറിയിലുള്ള കുട്ടികളും ഉണ്ട്. എന്നാൽ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ആനുവൽ ഇൻകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻ റൂറൽ ഏരിയയിലാണെങ്കിൽ എങ്ങനെയാണ്? 20,000 രൂപയായിരിക്കണം ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അർബൻ ഏരിയയിലാണെങ്കിൽ 22,375 രൂപ ആയിരിക്കണം ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൈറ്റീരിയാസ് ഒക്കെ ഒരു ICDS സൂപ്പർവൈസർ ആകാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. നമ്മുടെ ബെനിഫിഷ്യറി നിങ്ങളുടെ അടുത്തൊക്കെ വരുമ്പോൾ, അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ ICDS സൂപ്പർവൈസർ ആയി നിങ്ങൾ ഈ സ്കീമിനെ പറ്റിയൊക്കെ അവർക്ക് അവയർനെസ് കൊടുക്കുമ്പോൾ ഈ ക്രൈറ്റീരിയാസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവർക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കണം. ഓക്കെ, മനസ്സിലായപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിലബസിൽ ഈ സ്കീമുകളെ പറ്റിയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ്, എത്ര രൂപയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി കൊടുക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ചിൽഡ്രൻ ബിലോ 5 years ആൻഡ് ക്ലാസ് 1 to 5, അതായത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും പിന്നെ ചിൽഡ്രൻ ബിലോ 5 years 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇവിടെ പറയുന്നുണ്ട്. ചിൽഡ്രൻ ബിലോ 5 years ആറ്റ് ക്ലാസ് 1 to 5 എത്ര രൂപയാണ്? 300. എത്രയാണ്? 300. എത്രയാണ്?
300 per month. PM എന്ന് വെച്ചാൽ മന്താണ്. പെർ മന്ത് 300 rupees. പിന്നെ അടുത്ത ക്ലാസ് ഏതാണ്? ഫോർ ക്ലാസ് 6 to class 10. അതായത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പെർ മന്ത് എത്ര രൂപയാണ് സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ കൊടുക്കുന്നത്? 500 രൂപ. 500 രൂപയാണ് നമ്മുടെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ കൊടുക്കുന്നത്. അടുത്ത ക്ലാസ് നോക്കാം. +1 ആൻഡ് ക്ലാസ് +2. ക്ലാസ് +1 ആൻഡ് +2 അറ്റ് RS എത്ര രൂപയാണ്? 750. 750 രൂപ പെർ മന്ത് ആണ്. 750 രൂപ പെർ മന്ത് ആണ് ആക്ക് കൊടുക്കുന്നത്. +1 +2 ക്ലാസ്സുകളിലെ മാതാപിതാക്കൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയോ ചെയ്യുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷനിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് ആരാണ്? ഫോർ ഡിഗ്രി കോഴ്സ് ഓർ പ്രൊഫഷണൽ ഡിഗ്രി അറ്റ് അതായത് നമ്മൾ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കീമിന്റെ അണ്ടറിലുള്ള ബെനിഫിഷ്യറീസ് ആണ് എന്ന് പറഞ്ഞു. അതിൽ ഡിഗ്രി കോഴ്സുകൾക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾക്കോ പെർ മന്ത് സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ എത്ര ധനസഹായം ലഭിക്കുന്നുണ്ട്? 1000. എത്രയാണ്? 1000 പെർ മന്ത്. ഇത് ഈ ഒരു പോയിന്റ് ഓർത്ത് വച്ചിരിക്കുക. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. അത് നമ്മുടെ ICDS സൂപ്പർവൈസറിനല്ല, ഒരു ഡിഗ്രി ലെവൽ എക്സാമിലെ പ്രീവിയസ് ചോദ്യമായിരുന്നു. ഫോർ ഡിഗ്രി കോഴ്സസ് ഓർ പ്രൊഫഷണൽ ഡിഗ്രി അറ്റ് എത്ര രൂപയാണ് എന്നുള്ളത്. എത്രയാണ്? 1000 രൂപയാണ് ഡിഗ്രിയിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലഭിക്കുന്ന അസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എല്ലാ കാറ്റഗറിയിലുമുള്ള അസിസ്റ്റൻസ് പഠിച്ചു വയ്ക്കണം. ഒന്നുകൂടെ പറയട്ടെ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ക്ലാസ് 1 to 5 വരെ പഠിക്കുന്ന കുട്ടികൾക്കും എത്ര രൂപ കിട്ടുന്നു? 300. അതായത് 300 രൂപ പെർ മന്ത്. പിന്നെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എത്രയാണ്? 500 രൂപ 500 പെർ മന്ത് കിട്ടുന്നു. പിന്നെ +1 +2 എത്രയാണ് കിട്ടുന്നത്? 750. എത്രയാണ്? 750 പെർ മന്ത്. പിന്നെന്താണ്? ഫോർ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് ഒരു മാസം ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് 1000 രൂപയാണ്. 1000 രൂപയാണ്. ഓക്കെ, ഇതൊരു ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. എങ്ങനെ ഓർഡറിൽ പഠിക്കാം? അതായത് ഈ ക്ലാസ് നമുക്ക് 1 to 5 കഴിഞ്ഞാൽ പിന്നെ 6 to 10, പിന്നെ +1 +2, പിന്നെ എന്താണ്? ഡിഗ്രി. നമ്മൾ ഓരോ ക്ലാസ് കഴിഞ്ഞ് പോകില്ലേ, അതേപോലെ ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മൾ ആദ്യം 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഒരു സെക്ഷൻ, പിന്നെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നെക്സ്റ്റ് സെക്ഷൻ, പിന്നെ +1 +2, പിന്നെ ഡിഗ്രി. കാരണം ഈ 4 ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ എത്ര രൂപയാണ് പറയുന്നത്? 300. എത്രയാണ്? 300. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എത്രയാണ് പറയുന്നത്? 500. പിന്നെ അടുത്ത എന്താണ്? +1 ആൻഡ് +2 എത്ര രൂപയാണ്? 750. പിന്നെ ഡിഗ്രി ക്ലാസ്സിന് എത്രയാണ്? ഡിഗ്രി ക്ലാസ്സിന് 1000. ഇത് എടുത്ത് പറയാനുള്ള കാരണം ഇത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓക്കെ, നമ്മുടെ ICDS സൂപ്പർവൈസർ എക്സാം ഇത്തിരി കടുത്തതാണ് എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചോദിക്കാം. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണല്ലേ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കേണ്ടതേ ഉള്ളൂ. 300, 500, 750, 1000. 300 ആർക്കാണ്? 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. പിന്നെ എന്താണ് പറയുന്നത്? 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എത്ര? 500. +1 +2ന് 750. ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് 1000. ഓക്കെ, അത് അപ്പോഴത്തന്നെ ഈ പഠിക്കുമ്പോൾ തന്നെ അത് മൈൻഡിൽ ബൈഹാർട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ് കേട്ടോ. 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്കിത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഹൗ ടു അപ്ലൈ. ഓക്കെ, ഹൗ ടു അപ്ലൈ, എങ്ങനെ നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ സ്കീമുകളെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഈ സ്കീമിൽ അപ്ലൈ ചെയ്യേണ്ടത്, അതും നിങ്ങൾ ICD സൂപ്പർവൈസർ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളോടാണ് ഈ ബെനിഫിഷ്യറീസ് വന്ന് ചോദിക്കുന്നത് ഈ സ്കീമിനെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ദ ആപ്ലിക്കേഷൻ വിത്ത് നെസസറി ഡോക്യുമെന്റ്. നമ്മൾ ഏതൊരു സ്കീമിനും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ദ ആപ്ലിക്കേഷൻ വിത്ത് നെസസറി ഡോക്യുമെന്റ്സ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ ഹെഡ് ഓഫ് എയ്ഡഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതായിരിക്കാം? നമ്മൾ സ്കൂൾ കുട്ടികൾക്കും ഉണ്ട്, കോളേജ് തലം വരെയുള്ള കുട്ടികൾക്കുണ്ടെന്ന് പറഞ്ഞല്ലേ. സബ്മിറ്റഡ് ടു ദ ഹെഡ് ഓഫ് എയ്ഡഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെയാണ്? സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ ആൻഡ് കോളേജ്. സ്കൂളിലെയോ കോളേജിലെയോ ഹെഡിനാണ് നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇതിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡെഡ് ലൈൻ ഉണ്ട്, അത് ഓർത്ത് വച്ചിരിക്കുക. അത് മാറില്ല. കാരണം എല്ലാ വർഷത്തിലും ഒക്ടോബർ 31 ഡെഡ് ലൈൻ. ഒക്ടോബർ 31 മുന്നേ ആണ് നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്? സ്നേഹപൂർവ്വം പദ്ധതിയുടെ കീഴിലുള്ള ഗ്രാന്റ് ലഭിക്കാനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ ഹെഡ് ഓഫ് എയ്ഡഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ കോളേജ് കുട്ടികൾക്കാണെങ്കിൽ കോളേജിലും സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിലെ ഹെഡിൻ്റെയിലും ആയിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്നാണ് ഡെഡ് ലൈൻ? ഒക്ടോബർ 31 ഓഫ് എവറി ഇയർ. എല്ലാ വർഷത്തിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അതായത് എവറി ഇയർ, ഒക്ടോബർ 31 ഓഫ് എവറി ഇയർ, എല്ലാ വർഷത്തിലും. അപ്പൊ ഇത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, ഒക്ടോബർ 31. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ വെരിഫൈ ആൻഡ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ പോർട്ടൽ ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. അപ്പോൾ നമ്മൾ ആക്ക് സബ്മിറ്റ് ചെയ്തു, സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഹെഡിന് സബ്മിറ്റ് ചെയ്യുകയും അവർ ഈ ആപ്ലിക്കേഷൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ഏതിൻ്റെ അണ്ടറിലായിരിക്കും അവർ ഇത് പ്രോസസ്സ് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഓൺലൈൻ പോർട്ടൽ വഴിയായിരിക്കും ഇവർ പ്രോസസ്സിംഗ് നടത്തുന്നത്. ഓക്കെ, ആ പോയിന്റ് മനസ്സിലായോ? ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ വെരിഫൈ, അതായത് ആദ്യം കൊടുക്കുന്ന ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുകയും ആൻഡ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ പോർട്ടൽ ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ആർക്കാണ്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓക്കെ, ആ പോയിന്റ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം. Children below 5 years can directly apply to Executive Director Kerala Social Security Mission. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി പറയുന്നുണ്ട്. നമ്മൾ മറ്റേ കോളേജ് കുട്ടികൾക്ക് ആണെങ്കിൽ എന്ത് പറയുന്നു? കോളേജ് കുട്ടികൾക്കായാലും സ്കൂൾ കുട്ടികൾക്കായാലും നമ്മൾ പഠിക്കുന്ന ഏത് സ്കൂളിലാണോ അല്ലെങ്കിൽ ഏത് കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജിന്റെ ഹെഡ് വഴിയാണ് സ്നേഹപൂർവ്വം പദ്ധതിക്കുള്ള ഗ്രാന്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ചിൽഡ്രൻ ബിലോ 5 years, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ക്യാൻ ഡയറക്ട്ലി അപ്ലൈ. എങ്ങനെയാണ്? ഡയറക്ട്ലി അപ്ലൈ ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് നേരിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റും. ആർക്കാണ്? ചിൽഡ്രൻ ബിലോ 5 years. ചിൽഡ്രൻ ബിലോ 5 years, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവിന് നേരിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മളെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? ത്രൂ ദ റെസ്പെക്റ്റീവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. എങ്ങനെയാണ്? റെസ്പെക്റ്റീവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴിയാണ് എങ്ങനെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയും അണ്ടർ ദ ഹെൽപ്പ് അല്ലെങ്കിൽ ത്രൂ ദ റെസ്പെക്റ്റീവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. റെസ്പെക്റ്റീവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴിയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് എന്ത് കൊടുക്കുന്നത്? ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതാണ് അവിടുത്തെ പോയിന്റ് കേട്ടോ, ഓർത്ത് വെക്കണേ.
2 പോയിന്റ് ഉണ്ട്. ഹൗ ടു അപ്ലൈ. ഓക്കെ, എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്? സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആണെങ്കിൽ എല്ലാ വർഷവും ഒക്ടോബർ 31 മുന്നേ ആണ് നമ്മൾ സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഗ്രാൻറ്റിന് വേണ്ടി അപേക്ഷിക്കാനുള്ളത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. നമ്മുടെ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഇത് പരിശോധിക്കുകയും ഇത് എങ്ങോട്ട് പ്രോസസ്സിങ്ങിനായിട്ട് അയക്കുകയും ചെയ്യുന്നു? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ പോർട്ടൽ വഴി പ്രോസസ്സിംഗ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഒരു എക്സെപ്ഷൻ പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി ആർക്ക് സമർപ്പിക്കാൻ പറ്റും? നമ്മുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് സമർപ്പിക്കാൻ കഴിയും. ത്രൂ ആര് വഴിയാണ്? ത്രൂ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി സമർപ്പിക്കാൻ കഴിയും. ഓക്കെ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം പദ്ധതി ഒരു ഔട്ട്ലൈനൊക്കെ മനസ്സിലായല്ലോ. എന്താണ് സ്നേഹപൂർവ്വം പദ്ധതി? അതിൻ്റെ ഒബ്ജക്റ്റീവ്, ഹൗ ടു അപ്ലൈ, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ മനസ്സിലായല്ലോ. വളരെ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചിൽഡ്രൻസിൻ്റെ പദ്ധതികൾ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. അതായത് ചിൽഡ്രൻസിൻ്റെ പദ്ധതികൾ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ചിൽഡ്രൻസിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിൽ ചിൽഡ്രൻസിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന് ഓർത്ത് നോക്കൂ. ഏതൊക്കെയാണ്? നമ്പർ 1 ക്യാൻസർ സുരക്ഷ, നമ്പർ 2 ഏതാണ്? താലോലം, നമ്പർ 3 ഏതാണ്? ശ്രുതി തരംഗം, നമ്പർ 4 സ്നേഹപൂർവം. ഓക്കെ, 4 പദ്ധതികളാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ വനിതകൾക്കുള്ള പദ്ധതികൾ ഏത് നോക്കാം. ഓക്കെ, വനിതകൾക്കുള്ള നമ്മൾ പഠിച്ചു അല്ലേ? വനിതകൾക്കുള്ള പദ്ധതികൾ നോക്കാം. നമ്പർ 1 സ്നേഹസ്പർശം. ഏതാണ്? സ്നേഹസ്പർശം. ഓക്കെ, സ്നേഹസ്പർശം കേട്ടിട്ടുണ്ടല്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഈ പദ്ധതിയെ പറ്റി. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം. ആർക്കാണ്? അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം. ആ പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചു വയ്ക്കും മൈൻഡിൽ. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം. അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. എന്താണ്? സ്നേഹസ്പർശം. അപ്പം സ്നേഹസ്പർശം ആർക്കുള്ള പദ്ധതിയാണ്? വിമൻസിനുള്ള പദ്ധതിയാണ് അല്ലേ? അപ്പൊ സ്നേഹസ്പർശത്തിന്റെ ബെനിഫിഷ്യറി സ്ത്രീകളാണ്. എങ്ങനത്തെ സ്ത്രീകളാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവിവാഹിതരായ അമ്മമാർ, അതായത് അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. മറക്കരുത്, സ്നേഹസ്പർശം. ഓക്കെ, നമുക്ക് നോക്കാം. Kerala government has initiated a project named Snehasparsham. Kerala government initiated the project and the Snehasparsham, which intend to protect and help unwed mother. അതായത് അവിവാഹിതരായ അമ്മമാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കേരള ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. എസ്പെഷ്യലി പറയുന്നുണ്ട് പ്രൊട്ടക്റ്റ് ആൻഡ് ഹെൽപ്പ് അൺവേർഡ് മദർ, അതായത് അവിവാഹിതരായ അമ്മമാർക്ക് കൊടുക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. ആസ് എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്ട് ഗവൺമെന്റ് ഈസ് ഗിവിംഗ് $1000 per month. അതായത് പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് എന്ന് പറഞ്ഞല്ലേ? എത്ര രൂപയാണ് സ്നേഹസ്പർശം പദ്ധതി വഴി അമ്മമാർക്ക്, അതായത് അവിവാഹിതരായ അമ്മമാർക്ക് ലഭിക്കുന്നത്? മാസം എത്ര രൂപയാണ്? 1000. എത്രയാണ്? 1000. എത്രയാണ്? 1000 rupees ആണ് പ്രതിമാസ ധനസഹായമായിട്ട് അവിവാഹിതരായ അമ്മമാർക്ക് ലഭിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര രൂപയാണെന്ന് എക്സാമിന് ചോദിക്കാം. സ്നേഹസ്പർശം പദ്ധതി വഴി നമ്മുടെ അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായ തുക എത്രയാണ്? 1000 per month. 1000 രൂപ. ഒരു മാസത്തിൽ 1000 രൂപ. ഇത് എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ ഒരുപാട് എമൗണ്ടുകൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിട്ടുപോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ എടുത്തെടുത്ത് പറയുന്നത്. എത്ര രൂപയാണ്? 1000 രൂപ. ഷുവർ ഷോർട്ടാണ്. എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കാൻ പറ്റിയ ഒരു സ്കീമാണ് സ്നേഹസ്പർശം. ഓക്കെ,
ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നോക്കിയാലോ. എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഓക്കെ. ബെനിഫിഷ്യറീസ് ഷുഡ് ബി അണ്ടർ 65 ഇയേഴ്സ്. ഇതിന്റെ അവിവാഹിതരായ അമ്മമാരെന്ന് പറഞ്ഞല്ലേ, അവർക്കൊരു പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്ര വയസ്സാണ്? ഷുഡ് ബി അണ്ടർ 65 ഇയേഴ്സ്, 65 വയസ്സ്. ബെനിഫിഷ്യറിയുടെ വയസ്സ് എത്രയാണ്? 65. 65 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹസ്പർശം പദ്ധതിയുടെ ബെനിഫിഷ്യറീസിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്? അണ്ടർ 65 ഇയേഴ്സ്. ബെനിഫിഷ്യറി ഷുഡ് നോട്ട് ബി റെസിപ്പിയന്റ് ഓഫ് എനി അതർ പെൻഷൻ സ്കീംസ് ഓഫ് ദ ഗവൺമെന്റ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? കേരള ഗവൺമെന്റ് വേറെ ഒരു പെൻഷൻ സ്കീമിലും ഈ ബെനിഫിഷ്യറി ഉൾപ്പെടാൻ പാടുള്ളതല്ല. ഓക്കെ, ബെനിഫിഷ്യറി ഷുഡ് നോട്ട് ബി എ റെസിപ്പിയന്റ്. ഇവിടുത്തെ പോയിന്റ് ഇതാണ്, ഷുഡ് നോട്ട് ബി എ റെസിപ്പിയന്റ് ഓഫ് എനി അതർ പെൻഷൻ സ്കീംസ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ മറ്റൊരു പെൻഷൻ സ്കീമിലും ഉൾപ്പെടാൻ പാടുള്ളതല്ല. അപ്പോൾ 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ആണ് പറയുന്നത്. ഒന്ന് അവരുടെ ഏജ് ആണ്, എത്ര വയസ്സാണ്? അണ്ടർ 65 ഇയേഴ്സ് ആണ്. പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് മറ്റൊരു പെൻഷൻ സ്കീമിലും ഈ ബെനിഫിഷ്യറി ഉൾപ്പെടാൻ പാടുള്ളതല്ല. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ മനസ്സിലായോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡോക്യുമെന്റ് ടു ബി സബ്മിറ്റഡ്. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾക്ക് ഇതിന് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കണ്ടേ? എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നോക്കാം. ദ ആപ്ലിക്കന്റ് മസ്റ്റ് ബി ആൻ അക്കൗണ്ട് ഹോൾഡർ ഇൻ എ പോസ്റ്റ് ഓഫീസ്. ആപ്ലിക്കന്റ് ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം. ദ അക്കൗണ്ട് ഹോൾഡറിന്റെ പോസ്റ്റ് ഓഫീസ് ഇവിടെ പറയുന്നുണ്ട് മസ്റ്റ് ബി എന്ന് പറയുന്നുണ്ട്. മസ്റ്റ് ബി ആൻ അക്കൗണ്ട് ഹോൾഡർ ഇൻ എ പോസ്റ്റ് ഓഫീസ്. ദ കോപ്പി ഓഫ് ദ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് പാസ്ബുക്ക് മസ്റ്റ് ഓൾസോ ബി സബ്മിറ്റഡ്. നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ, അതായത് അവിവാഹിതരായ അമ്മമാരാണെങ്കിൽ അവരുടെ ക്രൈറ്റീരിയാസ് പറഞ്ഞു. 65 വയസ്സായിരിക്കണം. അവർ ഗവൺമെന്റിന്റെ മറ്റൊരു പെൻഷൻ സ്കീമിന് ഉൾപ്പെടാൻ പാടുള്ളതല്ല. അവർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് പാസ്ബുക്കിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് ഓർ കൺഫർമേഷൻ സ്ലിപ്പ് റിസീവ്ഡ് ആഫ്റ്റർ ആധാർ കാർഡ് രജിസ്ട്രേഷൻ. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആധാറിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരൊരു കൺഫർമേഷൻ സ്ലിപ്പ് തരും അല്ലേ, ആ സ്ലിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? അറ്റസ്റ്റഡ് കോപ്പി ഓഫ് റേഷൻ കാർഡ്. നമ്മുടെ റേഷൻ കാർഡിന്റെ അറ്റസ്റ്റഡ് കോപ്പി ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? ലൈഫ് സർട്ടിഫിക്കറ്റ് ടു ബി സബ്മിറ്റഡ് എവറി ഇയർ ഇൻ ദ മന്ത് ഓഫ് ജൂൺ ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ടു കണ്ടിന്യൂ ദ സ്കീം ബെനിഫിറ്റ്. അതായത് നമ്മൾ ഒരു സ്കീം നമ്മൾ എല്ലാ വർഷവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതാണ് ഈ സ്കീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ സ്നേഹപൂർവ്വമാണെങ്കിലും നമ്മൾ ഓരോ ഇയറിലും അത് പുതുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് എന്തിനാണ്? അതായത് നമ്മുടെ ബെനിഫിഷ്യറി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ളതാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ പെൻഷൻകാർക്കൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ, അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. കാരണം നമ്മൾ ബെനിഫിഷ്യറി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ലൈഫ് സർട്ടിഫിക്കറ്റ് ടു ബി സബ്മിറ്റഡ് എവറി ഇയർ ഇൻ ദ മന്ത് ഓഫ് ജൂൺ ടു ആർക്കാണ്? ജൂൺ ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനാണ് എന്ത് ഹാജരാക്കാനുള്ളത്? ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ളത്. എന്തിനു വേണ്ടിയാണ്? ഈ സ്കീം തുടർന്ന് പോകാൻ വേണ്ടി. ഓക്കെ, അതായത് നമ്മുടെ ബെനിഫിഷ്യറി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത്. ഇവിടെ ഹാജരാക്കാനുള്ള അതോറിറ്റി ആർക്കാണ്? എല്ലാ വർഷവും ജൂൺ മാസത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ്? ഈ സ്കീം തുടരുവാൻ വേണ്ടി. ഇത് വളരെ സിമ്പിൾ ആണല്ലേ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ അക്ഷയയിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ ആധാർ നിർബന്ധമാണ്, റേഷൻ കാർഡ് നിർബന്ധമാണ് അല്ലേ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എവിടെ ചെന്നാലും ചോദിക്കുന്ന ഒരു ഐഡന്റിറ്റി പ്രൂഫാണ് ഇത് ആധാർ. പിന്നെ എന്ത് ചോദിക്കുന്നു? നമ്മുടെ വരുമാനത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരെന്ത് ചോദിക്കുന്നു? റേഷൻ കാർഡ് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ആധാറും റേഷൻ കാർഡും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന്റെ കാര്യം ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്? സാധാരണ നമ്മൾ പാസ്ബുക്ക് ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ദ ആപ്ലിക്കന്റ് മസ്റ്റ് ബി ആൻ അക്കൗണ്ട് ഹോൾഡർ ഇൻ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉള്ള ആളായിരിക്കണം ആപ്ലിക്കന്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൂടാതെ ആ പാസ്ബുക്കിന്റെ കോപ്പി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 1, 2, 3, 4 നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. വളരെ
സിമ്പിളാണ് അല്ലേ? ജസ്റ്റ് നിങ്ങൾ ഈ സ്കീമുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടി പഠിക്കുന്നു അല്ലേ? നമുക്ക് വേണ്ടി എന്ന് ആലോചിച്ച് പഠിക്കുക. അല്ല നമ്മൾ എക്സാമിന് പഠിക്കുന്നു ഇത്രയും പഠിക്കണോ, അയ്യോ ഇതെങ്ങനെ എല്ലാം കൺഫ്യൂഷൻ ആവുമല്ലോ, മറന്നു പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് പഠിക്കാതിരിക്കുക. ഇതിപ്പോൾ നമുക്ക് വേണ്ടി, അതായത് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, നമ്മൾ ഈ സ്കീമിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത് ഉപകരിക്കും. ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? നിങ്ങൾ ICDS സൂപ്പർവൈസേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലെ ജനവിഭാഗങ്ങൾ, അതായത് നമ്മുടെ അംഗൻവാടി കേന്ദ്രീകരിച്ച് വരുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ സ്കീമുകളെ പറ്റിയൊക്കെ അവയർനെസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ A to Z കാര്യങ്ങൾ പഠിച്ചു വച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൗ ടു അപ്ലൈ. ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇത് ICDS സൂപ്പർവൈസറിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വച്ചിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇവിടെയാണ് വരുന്നത്. ഹൗ ടു അപ്ലൈ. ഹൗ ടു അപ്ലൈ ആപ്ലിക്കേഷൻ ഡ്യൂലി ഫീൽഡ് ടു ബി സബ്മിറ്റഡ് പറയുന്നുണ്ട്. വളരെ ഇപ്പോൾ എല്ലാവരുടെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ടായിരിക്കും അല്ലേ? എന്താണ് കാരണം? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ICDS സൂപ്പർവൈസർ ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ സ്കീമിനെ പറ്റി അറിഞ്ഞിരിക്കണമെന്ന്. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആപ്ലിക്കേഷൻ ഡ്യൂലി ഫീൽഡ് ടു ബി സബ്മിറ്റഡ് അറ്റ് നിയറസ്റ്റ് ICDS ഓഫീസർ. എന്താണ് നിയറസ്റ്റ് ICDS ഓഫീസർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ. അതായത് സ്നേഹസ്പർശത്തിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫയൽ ടു ബി സബ്മിറ്റഡ് അറ്റ് എവിടെയാണ്? നിയറസ്റ്റ് ICDS ഓഫീസറിനെയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസറിനെയോ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് ഷോർട്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എത്ര രൂപയാണ് ധനസഹായം? 1000 രൂപ. 1000 രൂപയാണ് പ്രതിമാസ ധനസഹായം കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നിയറസ്റ്റ് ICDS ഓഫീസർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസറിനാണ് സ്നേഹസ്പർശം പദ്ധതിയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. വളരെ വ്യക്തമായല്ലോ? വളരെ വ്യക്തമായി അല്ലേ? സ്നേഹസ്പർശം സ്കീം ഒന്നുകൂടി പറയാം. അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹസ്പർശം. പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കുക, അവിവാഹിതരായ അമ്മമാർക്കുള്ള പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. വളരെ സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പദ്ധതിയാണ് എന്താ? നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? സ്നേഹസ്പർശം പഠിച്ചു അല്ലേ? ഇനി അടുത്ത പദ്ധതി ഏതാണ്? പ്രത്യാശ. എന്താണ്? പ്രത്യാശ. ഓക്കെ, ഇതും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പ്രത്യാശ. എന്താണ് പ്രത്യാശ സ്കീം? പ്രത്യാശ ഈസ് എ വെൽഫെയർ പ്രോഗ്രാം ഇൻ കേരള. പ്രത്യാശ ഈസ് എ വെൽഫെയർ പ്രോഗ്രാം ഇൻ കേരള ഡിസൈൻ ടു അസിസ്റ്റ് എക്കണോമിക്കലി ഡിസ്അഡ്വാൻറ്റേജ്ഡ് ഫാമിലീസ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ദെയർ ഡോട്ടർ വെഡിങ്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താണ്? വിവാഹ ധനസഹായ പദ്ധതി. പറയുന്നത് എന്താണ്? വിവാഹ ധനസഹായ പദ്ധതി. അതായത് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായ പദ്ധതിയാണ് എന്ത്? പ്രത്യാശ. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രത്യാശ. PSCയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രത്യാശ പദ്ധതിയുടെ കീഴിലെ കുട്ടികളുടെ ഏജ് ലിമിറ്റ് എത്രയാണെന്നാണ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അതിന് വരുന്ന സ്ലൈഡുകളിൽ പഠിക്കുന്നു. പ്രത്യാശ എന്താണ്? നമ്മുടെ സമൂഹത്തിലെ ദുർബലരായ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായ പദ്ധതിയാണ് എന്ത്? പ്രത്യാശ. ഓക്കെ, അത് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദിസ് സ്കീം ഇസ് എ കൊളാബറേറ്റീവ് എഫേർട്ട്. അതായത് ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ട് ആണല്ലേ? ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന പദ്ധതിയാണല്ലേ? ദിസ് സ്കീം ഇസ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ഇൻവോൾവിങ് ഇൻഡിവിജ്വൽസ്. ആരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽസ് അല്ലെ? വ്യക്തികൾ. പിന്നെ ആരാണ്? കോർപ്പറേറ്റ്സ് ആൻഡ് ദ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. അപ്പോൾ ഇത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മാത്രമല്ല ഇതിൽ കൊളാബറേറ്റ് ചെയ്യുന്നത്. വേറെ ആരൊക്കെയുണ്ട്? ഇൻഡിവിജ്വൽസ് ഉണ്ട്, കോർപ്പറേറ്റ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ഇത് ഓർത്ത് വയ്ക്കുക. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മാത്രമല്ല ഇതിൽ കൊളാബറേറ്റ് ചെയ്യുന്നത്. വേറെ ആരൊക്കെയുണ്ട്? ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ. ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട്
പണമുള്ള ആൾക്കാരുണ്ട് അല്ലേ, അപ്പോൾ അവരൊക്കെ തന്നെ നമ്മുടെ സാധാരണ പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കൊക്കെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് മുൻപോട്ട് വരാറുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അല്ലേ, വലിയ പണക്കാരായ ആൾക്കാർ നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഇൻഡിവിജ്വൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽസ്. പിന്നെ എന്താണ് കോർപ്പറേറ്റ്, ഒരുപാട് NGOs കാണും, അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളൊക്കെ ഏറ്റെടുത്ത് അതായത് കമ്പനികളൊക്കെ നമ്മളെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള വിവാഹം ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ കോർപ്പറേറ്റ്സ്, പിന്നെ ആരാണ്, ആൻഡ് ദ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും കൂടെയുള്ള ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് എന്ത്, പ്രത്യാശ പദ്ധതി. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ദി സ്കീം ഇസ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ഇൻവോൾവിംഗ് ആരൊക്കെയാണ്, ഇൻഡിവിജ്വൽസ്, കോർപ്പറേറ്റ്സ് ആൻഡ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓക്കെ, ആ പോയിന്റ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം. അണ്ടർ പ്രത്യാശ eligible girls from poor families receive a marriage assistance grant of Rs 50,000. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മാരേജിന് വേണ്ടിയുള്ള തുക എത്ര രൂപയാണ് ലഭിക്കുന്നത്, 50,000, 50,000 റുപ്പീസ് ആണ് ലഭിക്കുന്നത്. എങ്ങനത്തെ, അതായത് സമൂഹത്തിലെ സാധാരണ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായത്തിനായി എത്ര രൂപ ലഭിക്കുന്നു, 50,000 രൂപ, 50,000 റുപ്പീസ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, അവിടുത്തെ പോയിന്റ് മനസ്സിൽ. 2 പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ട് ആണ്. ആരൊക്കെ തമ്മിലാണ്, വ്യക്തികൾ, കോർപ്പറേറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. പിന്നെ അതിന് കിട്ടുന്ന ധനസഹായത്തിന് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 50,000 രൂപ. എത്രയാണ്, 50,000 റുപ്പീസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ 50,000 റുപ്പീസ് കൊടുക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. ദ ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേറ്റ് ക്യാൻ ഡൊണേറ്റ് എമൗണ്ട് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 25,000. 25,000ന്റെ ഗുണിതങ്ങളായിട്ടാണ് ആര് കൊടുക്കുന്നത്, ദ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് എമൗണ്ട് കൊടുക്കുന്നത്. ദ ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേറ്റ്സ് ക്യാൻ ഡൊണേറ്റ് എമൗണ്ട് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 25,000 ആൻഡ് ഇക്വാലന്റ് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് വിച്ച് വിൽ ബി യൂസ്ഡ് ബൈ ദ മിഷൻ ടു മീറ്റ് ദ റിക്വയർമെന്റ്. അതായത് ഇൻഡിവിജ്വൽസോ കോർപ്പറേറ്റോ 25,000ന്റെ ഗുണിതങ്ങളായിട്ട് കൊടുക്കുന്നു, ബാക്കിയുള്ള എമൗണ്ട് ആര് കൊടുക്കുന്നു, നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നു. അങ്ങനെയാണ് 50,000 ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൽ ഗവൺമെന്റിന്റെ കീഴിൽ 50,000 ആണ് കൊടുക്കുന്നത് എങ്കിലും ഈ വ്യക്തികൾക്കൊക്കെ സ്വതാല്പര്യപ്രകാരം, അതായത് നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ കാര്യമല്ലേ, അവർക്ക് സ്വതാല്പര്യപ്രകാരം അവർക്ക് എമൗണ്ടിൽ കൂട്ടാൻ കഴിയും. എന്നാൽ പ്രത്യാശ സ്കീമിന്റെ അണ്ടറിൽ കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ്, 50,000 രൂപയാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇൻഡിവിജ്വൽസും കോർപ്പറേറ്റും 25,000ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ബാക്കി എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, വിച്ച് വിൽ ബി യൂസ്ഡ് ബൈ ദ മിഷൻ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ്. അത് നമ്മുടെ മിഷൻ എന്തിന് മീറ്റ് ചെയ്യുന്നു, വിവാഹത്തിന് വേണ്ടി മീറ്റ് ചെയ്യുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആവരുത്. വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ല ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് ക്ലാസ് കേട്ട് പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് എഴുതി വയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പദ്ധതിയാണ് പ്രത്യാശ. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്സ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ആ പ്രത്യാശ സ്കീമിൽ പഠിക്കാനുള്ള ഒരു പോയിന്റാണ് 50,000 രൂപയുടെ കാര്യം. പ്രത്യാശ സ്കീമിന്റെ അണ്ടറിൽ വിവാഹ ധനസഹായത്തിന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് 50,000 രൂപയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നെക്സ്റ്റ് സ്ലൈഡിലാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇതും പല പ്രാവശ്യം PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, ദ ആനുവൽ ഫാമിലി ഇൻകം ഓഫ് ദ ആപ്ലിക്കൻറ്റ് ഷുഡ് ബി ബിലോ Rs 60,000. അതായത് പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കാണ് എന്ന് പറഞ്ഞല്ലേ. പക്ഷെ ആ പാവപ്പെട്ട കുടുംബം എന്ന് നിർണ്ണയിക്കാനുള്ള എലിജിബിലിറ്റി എങ്ങനെയാണ്, ദ ആനുവൽ ഫാമിലി ഇൻകം ഓഫ് ആപ്ലിക്കൻറ്റ് ഷുഡ് ബി ബിലോ Rs 60,000. അവരുടെ ആനുവൽ ഫാമിലി ഇൻകം എത്രയായിരിക്കണം, ബിലോ. ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഒരു എക്സാമിന് ചോദിച്ചതാണ്, എബവ് 60,000 ആണോ ബിലോ 60,000 ആണോ. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക, ബിലോ ആണ് കേട്ടോ. 60,000-ൽ താഴെ, 60,000-ൽ താഴെ, ബിലോ 60,000. ദ ആനുവൽ ഫാമിലി ഇൻകം ഓഫ് ദ ആപ്ലിക്കൻറ്റ് ഷുഡ് ബി ബിലോ Rs 60,000. 60,000-ൽ താഴെ ആയിരിക്കണം ആനുവൽ ഇൻകം, അതായത് ആ ഫാമിലിയുടെ വാർഷിക വരുമാനം എന്നത് 60,000 രൂപയിൽ താഴെ ആയിരിക്കണം. എങ്കിൽ
മാത്രമേ പ്രത്യാശ പദ്ധതിയുടെ ധനസഹായം ലഭിക്കുകയുള്ളൂ. അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏതാണ്? ബെനിഫിഷ്യറീസ് ഷുഡ് ബി അബൌവ് 22 years. ഇതൊരു ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യമായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് ആയിട്ടുള്ള ആ ചോദ്യം. പ്രത്യാശ സ്കീമിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. നമ്പർ 1 ഇത്. നമ്പർ 2 ഏജ് ലിമിറ്റ്. പിന്നെ ആ എമൗണ്ട് എത്ര രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്, എത്രയാണെന്ന് പറഞ്ഞു? 50,000 രൂപ. ആനുവൽ ഇൻകം എത്രയായിരിക്കണം? 60,000-ൽ താഴെ ആയിരിക്കണം. ബെനിഫിഷ്യറീസ് ഷുഡ് ബി എബവ് 22 years. അതായത് 22 years എന്ന് പറയാൻ പറ്റൂല, ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് സൈറ്റിൽ. എബവ് 22 years ആയിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബെനിഫിഷ്യറിയുടെ വയസ്സ് എബവ് 22 years ആയിരിക്കണം. ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ബിഫോർ മാരേജ് ഫംഗ്ഷൻ. ഇതിനുള്ള ആപ്ലിക്കേഷൻ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്? ബിഫോർ മാരേജ് ഫംഗ്ഷൻ. മാരേജ് ഫംഗ്ഷന് മുന്നേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഷുഡ് ബി ബിലോങ്സ് ടു എ പുവർ ഫാമിലി. ഒരു പുവർ ഫാമിലിയിലുള്ള കുട്ടിയും ആയിരിക്കണം. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പഠിച്ചു വയ്ക്കൂ. ഏതാണ്? അവരുടെ ആനുവൽ ഇൻകം, വാർഷിക വരുമാനം 60,000 രൂപയിൽ താഴെ ആയിരിക്കണം. ബെനിഫിഷ്യറിയുടെ വയസ്സ് 22 വയസ്സിന് മുകളിലായിരിക്കണം. എബവ് 22 years ആയിരിക്കണം. ആപ്ലിക്കേഷൻ മാരേജ് ഫംഗ്ഷന് മുന്നേ സബ്മിറ്റ് ചെയ്തിരിക്കണം. അവർ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളും ആയിരിക്കണം. മനസ്സിലായോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? വളരെ സിമ്പിളാണ്. നന്നായിട്ട് റിവൈസ് ചെയ്ത് വായിച്ച് പഠിക്കൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി ഇതിലും ഡോക്യുമെന്റ് സബ്മിഷൻ ഉണ്ടല്ലേ? എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഓക്കെ, പ്രത്യാശ പദ്ധതിയുടെ കീഴിൽ ധനസഹായത്തിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലേ? ആദ്യം നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? മാരേജ് ഇൻവിറ്റേഷൻ ലെറ്റർ അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. മാരേജ് ആയി എന്നുള്ളൊരു ഇൻവിറ്റേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. റെക്കമെൻഡേഷൻ ലെറ്റർ ഇഷ്യൂഡ് ബൈ MP ഓർ MLA ഓർ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ ചെയർമാൻ, കോർപ്പറേഷൻ മേയർ എക്സെട്ര. ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. ഇതിവിടെ പറയാൻ കാരണം നമ്മൾ ജീവിക്കുന്നത് ഏത് സൈഡിലാണോ, അർബൻ സൈഡിലാണോ റൂറൽ സൈഡിലാണോ എന്നുള്ളത് നോക്കി അവിടെയുള്ള മേലധികാരിയുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. ലെറ്റർ ഷുഡ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അതായത് ആ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ആയിരിക്കണം. ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ വില്ലേജ് ഓഫീസർ. BPL റേഷൻ കാർഡ്, BPL സർട്ടിഫിക്കറ്റ്. ഇൻകം സർട്ടിഫിക്കറ്റ്, ആരുടെ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം? അതായത് ആ ഫാമിലിയുടെ വാർഷിക വരുമാനം 60,000-ൽ താഴെ ആയിരിക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടേ? അതിനാണ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ വില്ലേജ് ഓഫീസർ. പിന്നെന്താണ്? BPL റേഷൻ കാർഡ് അല്ലെങ്കിൽ BPL സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്തുവാണ്? കോപ്പി ഓഫ് റേഷൻ കാർഡ്. ഒരു റേഷൻ കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ID കാർഡ്. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ID കാർഡ്. ഏതിന്റെ ID കാർഡ്? ആധാർ ആയിരിക്കാം, SSLC സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കാം, പാസ്പോർട്ട് എക്സെട്ര. ദെൻ അടുത്ത എന്താണ്? അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഏജ് പ്രൂഫ്. ഏജ് തെളിയിക്കാം. വയസ്സ് പറയുന്നുണ്ട്. എത്രയാണ് വയസ്സ് നമ്മൾ പറഞ്ഞത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് വയസ്സ് എബവ് 22 എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 22 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് എന്ത് സബ്മിറ്റ് ചെയ്യണം? ഏജ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. ഏജ് പ്രൂഫിനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഏതാണ്? SSLC സർട്ടിഫിക്കറ്റ് ബുക്കോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ സബ്മിറ്റ് ചെയ്യാം. പിന്നെ എന്താണ് പറയുന്നത്? ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ വിച്ച് ഇസ് ടേക്കൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ദ കംപ്ലീറ്റ് ഹൗസ് വ്യൂ ഷുഡ് ബി കവേർഡ് ഇൻ ദിസ് ഫോട്ടോ ഇൻക്ലൂഡിംഗ് റൂഫ്. ഈ ഒരു ലാസ്റ്റ് പോയിന്റ് വളരെ വ്യത്യസ്തത പുലർത്തുന്നു. എന്താണ്? ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ വിച്ച് ഇസ് ടേക്കൺ, അതായത് നമ്മുടെ ഹൗസിന്റെ, അതായത് ആ ബെനിഫിഷ്യറിയുടെ ഹൗസിന്റെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെ? ദ കംപ്ലീറ്റ് ഹൗസ് വ്യൂ, അതായത് ആ വീടിന്റെ മുഴുവനായിട്ടുള്ള ഒരു വ്യൂ ഉണ്ടായിരിക്കണം. ഷുഡ് ബി കവേർഡ് ഇൻ ദിസ് ഫോട്ടോ ഇൻക്ലൂഡിംഗ് റൂഫ്, അതായത് മേൽക്കൂര സഹിതം ഉള്ള ഒരു വീടിന്റെ ഇമേജ് ഉള്ള ഫോട്ടോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ആരൊക്കെ ഉണ്ടായിരിക്കണം? ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ. ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ ആയിരിക്കണം കേട്ടോ. ആ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, മകൾ അടങ്ങിയ ഒരു കുടുംബമാണെങ്കിൽ അച്ഛനും അമ്മയും മകളും ചേർന്ന് നിന്ന് നമ്മുടെ ആ വീടിൻ്റെ മൊത്തമുള്ള റൂഫ് സഹിതമുള്ള ഫോട്ടോ വരുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ഫോട്ടോ വേണം സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, മനസ്സിലായോ? അപ്പം നമ്മൾ നമ്മുടെ
കുട്ടികൾക്കുള്ള പദ്ധതികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിൽ കുട്ടികൾക്കുള്ള പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ രണ്ടാമത് തുടങ്ങിയത് ആർക്കാണ്? സ്ത്രീകൾക്കുള്ള പദ്ധതിയാണ് അല്ലേ. സ്ത്രീകൾക്കുള്ള 2 പദ്ധതികളാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ളത്. ഒന്ന് ഏതാണ്? സ്നേഹസ്പർശം. രണ്ടാമത് ഏതാണ്? പ്രത്യാശ. സ്നേഹസ്പർശം എന്താണ്? അവിവാഹിതരായ അമ്മമാർക്കുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. പ്രത്യാശ എന്താണ്? സമൂഹത്തിലെ വീക്കർ സെക്ഷനിലെ കുടുംബാംഗങ്ങളിലെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വിവാഹത്തിനുള്ള ധനസഹായ പദ്ധതിയാണെന്ത്? പ്രത്യാശ. അതിൽ പെൺകുട്ടിയുടെ ഏജ് പറയുന്നുണ്ട് എബവ് 22 ഇയേഴ്സ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രത്യാശ സ്കീമും. പിന്നെന്താണ്? സ്നേഹസ്പർശം സ്കീം ആകുമ്പോൾ അവിവാഹിതരായ അമ്മമാർക്കുള്ള പദ്ധതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് പഠിച്ച ഈ സ്കീമുകളെല്ലാം തന്നെ വളരെ വ്യക്തതയോടെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഓരോ പോയിന്റും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്കീമിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ കിട്ടും. അതായത് എവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളൊരു ഐഡിയ ലഭിക്കും. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയോ പഠിച്ചു എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലേ. എന്തൊക്കെയോ എവിടെയൊക്കെ അറിയാം. പ്രത്യാശ സ്കീം എന്താണെന്നൊക്കെ ഒരുവിധ ഐഡിയ കിട്ടി. പിന്നെ സ്നേഹസ്പർശം എന്താണെന്ന് കിട്ടി. പിന്നെന്താണ്? നമ്മളെ കുട്ടികളുടെ പദ്ധതി പഠിച്ചല്ലേ. സ്നേഹപൂർവ്വം കിട്ടി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധ ഐഡിയ ഒക്കെ കിട്ടി. ഇനി 1 or 2 വട്ടം വീണ്ടും റിവൈസ് ചെയ്ത് വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്ത ശേഷം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How much financial assistance does the government provide to unwed mother under the സ്നേഹസ്പർശം പ്രോജക്റ്റ്? നമ്മൾ ആ സ്കീം പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, സ്നേഹസ്പർശം പ്രോജക്റ്റിന്റെ കീഴിൽ അവിവാഹിതരായ അമ്മമാർക്ക് മാസം കിട്ടുന്ന ധനസഹായം എത്ര രൂപയാണ്? എല്ലാവരും ഒന്ന് ഓർത്തു നോക്കൂ. എത്രയാണ്? ഓപ്ഷൻ എ 500 ആണോ? ഓപ്ഷൻ ബി 1000 പെർ മന്ത് ആണോ? ഓപ്ഷൻ സി RS 1500 ആണോ? അതോ ഓപ്ഷൻ ഡി 2000 ആണോ? ഓർത്തു നോക്കൂ എത്രയാണ് സ്നേഹസ്പർശം സ്കീമിന്റെ കീഴിൽ അവിവാഹിതരായ അമ്മമാർക്ക് മാസം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്? മൈൻഡ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. എല്ലാവരും ഓർത്തു നോക്കിയോ എത്ര രൂപയാണ് സ്നേഹസ്പർശം സ്കീമിൽ കിട്ടുന്നത്? ഓക്കെ, നമുക്ക് ഉത്തരത്തിലോട്ട് പോയ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ ആൻസർ. ഓപ്ഷൻ ബി എത്രയാണ്? RS 1000 പെർ മന്ത്. 1000 രൂപ. എത്രയാണ്? 1000 രൂപയാണ് പ്രതിമാസം സ്നേഹസ്പർശം വഴി കിട്ടുന്നത്. എത്ര രൂപയാണ്? 1000 രൂപ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. What is the deadline for submitting application for the സ്നേഹപൂർവം സ്കീം? ഈ സ്നേഹസ്പർശം സ്നേഹപൂർവം ഒക്കെ തമ്മിൽ തിരിഞ്ഞു പോവരുത്. സ്നേഹപൂർവം സ്കീമാണ് കേട്ടോ. സ്നേഹപൂർവം സ്കീം ആരുടേതാണെന്ന് ഓർത്ത് നോക്കൂ. ആരുടേതാണ്? കുട്ടികളുടേതാണ് അല്ലേ. വാട്ട് ഈസ് ദ ഡെഡ്ലൈൻ ഫോർ സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ദ സ്നേഹപൂർവം സ്കീം? ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡെഡ്ലൈൻ എത്രയാണെന്ന് പറഞ്ഞു. 13th സെപ്റ്റംബർ, 31st ഒക്ടോബർ, 15th നവംബർ, 31st ഡിസംബർ. എല്ലാ വർഷത്തിലും എന്നാണ് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞത്? എന്നാണ്? ഓപ്ഷൻ ഏതാണ്? ആലോചിച്ച് നോക്കൂ. 31st ഒക്ടോബർ ആണല്ലേ. 31st ഒക്ടോബർ. എത്രയാണ്? 31st ഒക്ടോബർ ആണ്. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി 31st ഒക്ടോബർ. നെക്സ്റ്റ് നോക്കാം. What is the main objective of the സ്നേഹസ്പർശം പ്രോജക്റ്റ്? സ്നേഹസ്പർശം പ്രോജക്റ്റിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്താണ്? ഓപ്ഷൻ എ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് ടു സ്റ്റുഡൻസ് ആണോ? എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന പദ്ധതിയാണോ സ്നേഹസ്പർശം എന്ന് പറയുന്നത്? ടു സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് അൺവെഡ് മദർ, അവിവാഹിതരായ അമ്മമാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പദ്ധതിയാണോ? അതോ ടു ഓഫർ ഹൗസിംഗ് സൊല്യൂഷൻ ഫോർ ഹോംലെസ്, വീടില്ലാത്ത ആൾക്കാർക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതിയാണോ? അതോ ടു ഫണ്ട് സ്മോൾ ബിസിനസ് വെഞ്ചർ ഫോർ വുമൺ, വനിതകൾക്ക് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാനുള്ള പദ്ധതിയാണോ? ഓപ്ഷൻസ് ഒക്കെ കൺഫ്യൂസ്ഡ് ആണല്ലേ. നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം ആയിട്ടൊക്കെ തോന്നും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹസ്പർശം ഓർത്തു വയ്ക്കുക. വനിതകൾക്കുള്ള പദ്ധതിയാണ്. എങ്ങനെയുള്ള വനിതകൾക്ക്? അവിവാഹിതരായ അമ്മമാരെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ടു സപ്പോർട്ട്
ആൻഡ് പ്രൊട്ടക്ട് അൺവേർഡ് മദർ. അവിവാഹിതരായ അമ്മമാർക്കുള്ള പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. ടു സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് അൺവേർഡ് മദർ എന്നുള്ളതാണ് സ്നേഹസ്പർശം പദ്ധതിയുടെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതാണ്? What is the amount of marriage assistance provided to eligible girls under the പ്രത്യാശ പ്രോഗ്രാം? ഞാൻ പറഞ്ഞിരുന്നു പ്രത്യാശ പ്രോഗ്രാമിന്റെ അണ്ടറിൽ ലഭിക്കുന്ന ധനസഹായം എത്ര രൂപയാണ്? ഞാൻ 2-3 പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിരുന്നു അല്ലേ? 25,000ന്റെ ഗുണിതങ്ങളായിട്ട് ആരൊക്കെയാണ് കൊടുക്കുന്നത്? വ്യക്തികൾ, കോർപ്പറേറ്റും സോഷ്യൽ സെക്യൂരിറ്റി മിഷനും കൂടെ ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അത് 25,000ന്റെ ഗുണിതങ്ങളായിട്ടാണ് നമ്മൾ ആര് കൊടുക്കുന്നത്? വ്യക്തികളും കോർപ്പറേറ്റും ഒക്കെ കൊടുക്കുന്നത്. ബാക്കി വിഹിതം നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ എത്ര രൂപയാണ് എന്നാണ് പറഞ്ഞത്? എത്ര രൂപയാണ്? 10,000 രൂപയാണോ? 10,000 ആണോ? 25,000 ആണോ? 50,000 ആണോ? 75,000 ആണോ? ഒന്ന് ഓർത്ത് നോക്കൂ. എത്ര രൂപയാണ് പ്രത്യാശ പദ്ധതിയുടെ കീഴിൽ കൊടുക്കുന്നത്? ഓർത്ത് നോക്കൂ, എത്ര രൂപയാണ്? എത്ര രൂപയാണ്? ഓപ്ഷൻ സി 50,000 റുപ്പീസ്. എത്ര രൂപയാണ്? 50,000 റുപ്പീസ് ആണ് പ്രത്യാശ സ്കീമിന്റെ കീഴിൽ വിവാഹ ധനസഹായത്തിനായിട്ട് കൊടുക്കുന്നത്. എത്ര രൂപ? 50,000 രൂപ. എത്ര രൂപയാണ്? 50,000 രൂപ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രത്യാശ പ്രോഗ്രാം? പ്രത്യാശ പ്രോഗ്രാമിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്താണ്? ഓപ്ഷൻ എ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് ടു ഗേൾസ് ആണോ? ടു അസിസ്റ്റ് പുവർ ഫാമിലീസ് വിത്ത് മാരേജ് എക്സ്പെൻസ് ഓഫ് ദെയർ ഡോട്ടേഴ്സ്. ഓപ്ഷൻ സി ടു ഓഫർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു വിമൻ. ടു ഫണ്ട് ഹെൽത്ത് കെയർ ഫോർ അണ്ടർ പ്രിവിലേജ്ഡ് ഫാമിലീസ്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ പഠിച്ചതുകൊണ്ട് പെട്ടെന്ന് എഴുതാൻ കഴിയും. ഏതാണ് ആൻസർ? ആൻസർ ബി ആണല്ലേ. ടു അസിസ്റ്റ് പുവർ ഫാമിലീസ് വിത്ത് ദ മാരേജ് എക്സ്പെൻസസ് ഓഫ് ദെയർ ഡോട്ടർ. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. What is the maximum annual family income limit for an applicant to be eligible under പ്രത്യാശ സ്കീം? പ്രത്യാശ സ്കീമിന്റെ ബെനിഫിഷ്യറിയുടെ ആനുവൽ ഫാമിലി ഇൻകം എത്രയായിരിക്കണം? അതായത് ആ കുടുംബത്തിലെ ആനുവൽ ഫാമിലി ഇൻകം എത്രയായിരിക്കണമെന്ന് എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കീമിൽ. എത്രയായിരിക്കണം? ഓപ്ഷൻ എ എബവ് Rs 60,000, ഓപ്ഷൻ ബി ബിലോ Rs 60,000, ഓപ്ഷൻ സി എബവ് Rs 70,000, ഓപ്ഷൻ ഡി എബവ് Rs 80,000. എത്രയാണ്? ഓർത്ത് നോക്കൂ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയായിരിക്കണം. ഞാൻ പറഞ്ഞു എബവും ബിലവും ഒക്കെ വന്നാൽ കറക്റ്റ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു. എത്രയാണ് എല്ലാവരുടെ മൈൻഡിൽ കൂടെ വന്നോ? പ്രത്യാശ സ്കീമിന്റെ അണ്ടറിൽ ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എത്രയായിരിക്കണം? എത്രയായിരിക്കണം? ഓർത്ത് നോക്കൂ. ഓപ്ഷൻ ബി ആണല്ലേ ആൻസർ. ബിലോ Rs 60,000. എത്രയാണ്? ബിലോ Rs 60,000 ആയിരിക്കണം. ഓപ്ഷൻ ബി ആയിരിക്കണം ആൻസർ. എത്രയാണ്? ബിലോ Rs 60,000. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഹു ഈസ് എലിജിബിൾ ഫോർ ദ സ്നേഹപൂർവം സ്കീം? സ്നേഹപൂർവം സ്കീമിന്റെ എലിജിബിൾ ആയിട്ടുള്ളത് ആരാണ്? ഓൺലി ഓർഫൻസ് വിത്തൗട്ട് എനി ഫാമിലി ഓർ റിലേറ്റീവ്സ് ആണോ? ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് എയ്തർ ഫാദർ, മദർ ഓർ ബോത്ത്. ഓപ്ഷൻ സി ചിൽഡ്രൻ എബവ് 80 years ഓൺലി. ഓപ്ഷൻ ഡി ഓൾ ചിൽഡ്രൻ ഇറസ്പെക്റ്റീവ് ദെയർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ ഇരുവരും നഷ്ടപ്പെട്ട കുട്ടികളോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട കുട്ടികളോ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏത് വരാം? ഓപ്ഷൻ ബി വരാം അല്ലേ? ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് എയ്തർ ഫാദർ, മദർ ഓർ ബോത്ത്. ഒന്നീ രണ്ടുപേരും മരിച്ചുപോയ കുട്ടികളോ അല്ലെങ്കിൽ ഒന്നുകിൽ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ മരിച്ചുപോയ കുട്ടികൾക്കാണ് ഈ പദ്ധതി പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. What is the monthly financial assistance provided for children in degree courses, professional degree under the സ്നേഹപൂർവം സ്കീം? ഡിഗ്രി കോഴ്സുകളിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം വിദ്യാഭ്യാസത്തിന് വേണ്ടി ലഭിക്കുന്ന ധനസഹായം എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എത്രയാണ് ധനസഹായം നമ്മൾ പഠിച്ചിരുന്നു. ഡിഗ്രി കോഴ്സുകളിലുള്ള കുട്ടികൾക്ക് എത്രയാണ്? ഒന്ന് ഓർത്ത് നോക്കൂ എത്രയാണെന്ന്. ഓപ്ഷൻ
ഡി ആണ് അല്ലേ ആൻസർ. 1000 രൂപ. എത്രയാണ്? 1000 rupees ആണ് ഡിഗ്രി കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കോ പ്രതിമാസം വിദ്യാഭ്യാസത്തിന് വേണ്ടി ലഭിക്കുന്ന ധനസഹായം. ഏത് വഴി? സ്നേഹപൂർവം പദ്ധതി വഴി ലഭിക്കുന്ന പ്രതിമാസ ധനസഹായം എത്ര രൂപയാണ്? 1000 രൂപയാണ്. ആർക്കാണ്? ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കോ ലഭിക്കുന്ന തുക എത്ര? 1000 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ ഒക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രത്യാശ പഠിച്ചു, സ്നേഹപൂർവ്വം പഠിച്ചു, സ്നേഹസ്പർശം പഠിച്ചു അല്ലേ? ഈ 3 സ്കീമുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിച്ചത്. ഓക്കെ, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ഇനി ബാക്കി കുറച്ചധികം സ്കീംസുകൾ, ഞാൻ ആദ്യത്തെ ടേബിളിൽ പറഞ്ഞതുപോലെ ബാക്കിയുള്ള സ്കീംസുകൾ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിൽ നടത്തുന്ന ബാക്കി സ്കീമുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ പഠിച്ചതുപോലെ തന്നെ A to Z കാര്യങ്ങൾ പഠിച്ച് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ക്ലാസ് കാണുമ്പോൾ തന്നെ ബൈഹാർട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ICDS സൂപ്പർവൈസർ എക്സാമിലെ ആദ്യത്തെ 10 റാങ്കിനുള്ളിലായിരിക്കണം നിങ്ങളുടെ റാങ്ക് വരേണ്ടത്. ഓക്കെ, ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, വളരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.